ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ എക്സസൈസ് 2.2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇതിൻ്റെ സം ഓഫ് ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് സീറോസും സം ഓഫ് സീറോസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഓർമ്മിച്ചു തരാം എന്താ സംഗതി എന്നുള്ളത്. സപ്പോസ് ഒരു പോളിനോമിയലിൻ്റെ ഫോം എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5 ഈക്വൽ ടു 0. ഇതൊരു പോളിനോമിയലാണ് അല്ലേ? അപ്പോൾ ഇതിന് ഈ എക്സിന് ചില വാല്യൂസ് കൊടുക്കുമ്പോൾ സംഗതി 0 ആയി പോകും. ഉദാഹരണത്തിന് 1ഉം -4ഉം കൊടുക്കുമ്പോഴാണ് ഇത് 0 ആകുമെന്ന് വിചാരിക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 0 ആകുന്നു, -4 കൊടുക്കുമ്പോൾ 0 ആകുന്നു. അപ്പോൾ ഇതിൻ്റെ സീറോസ് ആണ് ഈ 1ഉം -4ഉം. അപ്പോൾ നമ്മൾ ഇതിനൊരു പേര് വിളിക്കും. ഒന്നാമത്തെ സീറോന് ആൽഫ എന്ന് വിളിക്കും, രണ്ടാമത്തെ സീറോന് ബീറ്റ എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്? ആദ്യം തന്നത് സം ഓഫ് സീറോസ് ആണ്. ഓക്കെ, രണ്ടാമത് തന്നത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നത് ആൽഫ പ്ലസ് ബീറ്റയാണ്. എന്താണ്? 1/4 അല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ. രണ്ടാമത് തന്നത് ആൽഫ ഇൻറ്റു ബീറ്റയാണ് -1. മനസ്സിലായില്ലേ എന്താ സംഗതി എന്നുള്ളത്? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തതാണ്. 1/4, -1 ഗിവൺ. എന്താ തന്നിട്ടുള്ളത്? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/4. സം ഓഫ് സീറോ കണ്ടു, അവിടെ ഉണ്ട് അല്ലേ? ഇനി പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു -1. അപ്പോൾ ഇനി നമുക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ട, അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യണം. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ ഈസിയസ്റ്റ് മെത്തേഡാണ് ചെയ്യുന്നത്. ജനറൽ ഫോം എന്താണെന്നറിയോ? ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് എന്ത്? ഇതിൻ്റെ ജനറൽ ഫോം. ഈ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്നറിയോ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇവിടെ തെറ്റിപ്പോയ പോലെ ഉണ്ടോ? ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ജസ്റ്റ് ഈ തന്നിരിക്കുന്നത് ഇതിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് വരെ എന്താണ്? 1/4 എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ എത്രയാണ്? -1 അല്ലേ? -1 ഈക്വൽ ടു 0. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഫോമില ഇപ്പോൾ ഉള്ളത്, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ LCM നോക്കുക. LCM നോക്കുമ്പോൾ ഇവിടെ 1 അല്ലേ വരിക, ഇവിടെയും 1 ആണ്. അപ്പോൾ LCM എത്രയാണ്? 4ഉം 1ഉം 1 ആകുമ്പോൾ LCM 4 ആണ് അല്ലേ? ആ LCM കൊണ്ട് എല്ലാത്തിനും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/4 എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് ആവും അല്ലേ? -1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അറിയോ? 4x സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ 4x സ്ക്വയർ. അടുത്തത് 4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 4ഉം 4 ക്യാൻസൽ ആയിട്ട് 1 മാത്രമേ ഉണ്ടാവും അല്ലേ? 1x മൈനസ് 4 ഇൻറ്റു -1 ഈക്വൽ ടു എത്ര? -4 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, 4x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. വെരി സിമ്പിൾ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നറിയോ? ഈ പാർട്ട് മാത്രം അങ്ങോട്ട് മായ്ച്ച് കളയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒന്ന് മായ്ക്കുന്നുണ്ട്, അവിടെ വൃത്തിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഈ പാർട്ടെല്ലാം സെയിം ആണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാൽ ഏത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെ മതി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? √2, 1/3 അല്ലേ? അപ്പോൾ ഗിവൺ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എത്രയാണ്? √2. ആൽഫയും ബീറ്റ എന്താണെന്ന് മനസ്സിലായില്ലേ? ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 1/3. അതിൻ്റെ ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. ഇവിടെ പ്ലസ് ഇട്ട് വരുതേ, മൈനസ് ആണ് കേട്ടോ. പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. ഇത് നമുക്ക് അതിൽ അപ്ലൈ ചെയ്താൽ മതി. എക്സ് സ്ക്വയർ
മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എത്രയാ √2 അല്ലേ √2x പ്ലസ് ആൽഫ ബീറ്റ എത്രയാ 1/3 ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ എൽ സി എം എത്രയാണ് 3 ആണ് അല്ലേ ഇവിടെ 1 ഉണ്ടാവും ഇവിടെ 1 ഉണ്ടാവും 1 1 3 ഇൻറ്റു എൽ സി എം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് √2x പ്ലസ് 1/3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ 3 ഇൻറ്റു എക്സ് സ്ക്വയർ 3x² മൈനസ് 3 ഇൻറ്റു √2x 3√2x പ്ലസ് 3 ഇൻറ്റു 1/3 ഈക്വൽ ടു 3 ഇൻറ്റു 1/3 1 അല്ലേ മനസ്സിലായിനോ 3 ഇൻറ്റു 1/3 പറയുമ്പോൾ 3 മുകളിൽ വരും 3 താഴെയും വരും. അപ്പോൾ 2 ക്യാൻസൽ 3 ക്യാൻസൽ ആയിട്ട് എത്ര വരും 1 അവിടെ ബാക്കിയുണ്ടാവും അല്ലേ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വളരെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചില്ലേ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഭാഗം അങ്ങോട്ട് റബ്ബ് ചെയ്യാണ്. അതുപോലെ തന്നെ മുകളിലത്തെ ചെറിയ ഈ ഭാഗം റബ്ബ് ചെയ്യാണ്. നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ അടിച്ചു വെക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം വരുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചാൽ നമുക്ക് എന്തായി തീരും ഉറക്കം അങ്ങോട്ട് പോകും. വെള്ളം കുടിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അറിയോ വെള്ളം കുടിച്ചിട്ടും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തെല്ലാം നടന്നിട്ട് വന്നാൽ മതിയേ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 0,5 ഇവൺ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 0 ആണ് അല്ലേ ആൽഫ ഇൻറ്റു ബീറ്റ √5. അപ്പോൾ നമുക്കിതിൽ ഫാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ജനറൽ ഫോം എഴുതി x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അപ്പോൾ അടുത്തതായിട്ട് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എത്ര ഇവിടെ 0 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് √5 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒന്നുമില്ല അല്ലേ എൽ സി എം ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് എഴുതിയാൽ മതി x² പ്ലസ് √5 ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ x² പ്ലസ് √5 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. 0 ഇൻറ്റു എനി നമ്പർ ഈസ് 0 അല്ലേ അപ്പോൾ x² പ്ലസ് √5 ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഏതാണ് x² പ്ലസ് √5. ഇത് നമുക്ക് അടുത്തത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ സോറി ഇവിടെ 3 ഇട്ടിട്ടില്ല നിങ്ങൾ വായിക്കണം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി ഞാനിവിടെ സ്പേസ് കാലിയാക്കുവാണ്. ഓക്കെ, അപ്പോൾ ഒരാളെയും കൂടി ഇവിടുന്ന് ഒഴിവാക്കേണ്ട അല്ലേ √5നെ ഇവിടുന്ന് പായിക്കണം അതുപോലെ തന്നെ 0ന് പായിക്കണം. ഈ ജനറൽ ആയിട്ടുള്ള ഈ ഒരു എന്താണ് ഈ ഒരു മെത്തേഡ് നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1,1 വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആൽഫ പ്ലസ് ബീറ്റ 1 ആണ് ആൽഫ ബീറ്റയും 1 ആണ്. അപ്പോൾ ഇനി അടുത്ത് എന്താണ് ജനറൽ ഫോം എഴുതി അതിൽ ഇക്വേഷൻ ഈ 1ഉം 1 അങ്ങോട്ട് കൊടുത്താൽ മതി. മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ് 1 തന്നെ അല്ലേ ഈക്വൽ ടു 0 ദാറ്റ്സ് ഈക്വൽ ടു x² മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ നാലാമത്തെ ആൻസറും കണ്ടുപിടിച്ചു. ഇനി അഞ്ചാമത്തെ ആൻസറിലേക്ക് പോവാണ്. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ ചെയ്ത് കാണാം. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ സിമ്പിളാണ് ഈ മെത്തേഡ് കേട്ടോ. ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി നോ ഇഷ്യൂ അറ്റ് ഓൾ. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ -1/4 1/4 അല്ലേ ഒന്നിന് മൈനസ് ഉണ്ട് ഒന്നിന് പ്ലസ് ഉണ്ട്. ആൽഫ പ്ലസ് ബീറ്റ -1/4 ആണ് ആൽഫ ബീറ്റ 1/4 ആണ്. അപ്പോൾ നമുക്ക് ജനറൽ ഫോം എഴുതി അതിലിട്ട് കൊടുക്കാം x² ഈ മൈനസ് മാറിപ്പോരുതേ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത് -1/4. ഈ മൈനസ് അവിടെ വേണം. ഓക്കെ, ഈ മൈനസ് അവിടെ വേണം. 2 മൈനസ് വേണം മറന്നു വരുതേ എക്സാമിന് തെറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എത്രയാ 1/4 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എത്രയാണ് എൽ സി എം ഇവിടെ 1 ഇവിടെ 4 ഇവിടെ 4 എന്ന് വെച്ചാൽ 4 ആണ് എൽ സി എം അല്ലേ. അപ്പോൾ നമ്മൾ എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4 ഇൻറ്റു x² മൈനസ് ഓഫ് -1/4 എന്ന് പറയുമ്പോൾ +1/4 എക്സ് പ്ലസ് 1/4 ഈക്വൽ ടു 0 ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യാം 4x²
പ്ലസ് 1/4 4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 1, അതായത് 4 ഇൻറ്റു എക്സ് സ്ക്വയർ 4x². 4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1 4, 4/4 എന്ന് പറയുമ്പോൾ 1 അല്ലേ. എക്സ് പ്ലസ് 4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 4n ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 4x² പ്ലസ് എക്സ് പ്ലസ് 4. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ്റെ? 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ. എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? ഒരു തെറ്റ് വന്നിട്ടുണ്ട്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്താണെന്നുള്ളത്? പറഞ്ഞാട്ടെ, ബുദ്ധിയുള്ള കുട്ടിയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നമ്മൾ 4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ എത്ര വരിക? 4 ഇൻറ്റു 1 4, 4/4 1 ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അവിടെ 1 ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്ര വരും? അവിടെയും കൂടി 1 തരും. അപ്പോൾ നമ്മുടെ ആൻസർ കഴിഞ്ഞു. 4x² പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 1. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത 6ാമത്തെ ആണ്. 6ാമത്തേലേക്ക് പോവാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മാത്സിൽ നമ്മൾ സിംപ്ലി അങ്ങോട്ട് മറ്റുള്ള സബ്ജക്റ്റ് പോലെ ഒന്ന് കണ്ണോടിച്ച് എനിക്ക് മനസ്സിലായി എന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ തെറ്റിപ്പോവും. ആൻസർക്ക് അറിയായിരിക്കും, പക്ഷേ തെറ്റിപ്പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെയും കൂടി ഒന്ന് മാറ്റട്ടെ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 6ാമത്തെ ക്വസ്റ്റ്യൻ 4,1 അല്ലേ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 4 ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം 4 അല്ലേ. 4 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റയ്ക്ക് പകരം 1 കിട്ടിയില്ലേ? ഇവിടെ ഒന്നും ചെയ്യാനും ഒന്നുമില്ല. x² മൈനസ് 4x പ്ലസ് 1. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ 2ൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ എക്സസൈസ് 2.2 ഫിനിഷായി എന്ന് മാത്രമല്ല, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററും ഫിനിഷായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ ചാപ്റ്ററിൽ വീണ്ടും കാണാം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.